മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇത്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി വലിയ പ്രാധാന്യമുള്ള കർമ്മമെന്ന നിലക്ക് ജുമുഅ നമസ്കാരവും ഖുതുബയും ഉൾക്കൊള്ളുന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ വിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ അനുസരിച്ചും പ്രവാചകനെ പിൻപറ്റിയും നല്ല ഒരു മനുഷ്യനായി ജീവിച്ച് മുത്തഖീങ്ങളായി മുന്നേറണമെന്ന്, മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ആവശ്യം എല്ലാവരെക്കാളും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ്. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തും ആരോഗ്യത്തിന് ദീർഘായുസ് നൽകിയും രോഗത്തിന് ശിഫ നൽകിയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കിയും അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് റബീഉൽ അവ്വൽ 2-ആണ്. 1446 ഹിജ്റ വർഷമാണ്. റബീഉൽ അവ്വൽ മാസത്തിന് വിശുദ്ധ ഖുർആൻ അങ്ങനെ പേരെടുത്ത് പറയുകയോ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രാധാന്യമോ നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മാസങ്ങൾ 5-ആണ്. പ്രത്യേകം ആദരിക്കപ്പെട്ട മാസങ്ങൾ എന്നറിയപ്പെടുന്ന 4 മാസങ്ങൾ: റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. പിന്നെ ഒരു പേരെടുത്ത് പറഞ്ഞത് വിശുദ്ധ റമദാൻ മാസമാണ്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് റബീഉൽ അവ്വലിന് പ്രാധാന്യമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ചരിത്രപരമായ വലിയ പ്രാധാന്യം റബീഉൽ അവ്വലിനുണ്ട്. നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ, ഹൃദയത്തിൻ്റെ തുടിപ്പായ, അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് മാത്രമല്ല, പ്രവാചകന്റെ വഫാത്ത് കൊണ്ടുകൂടി ചരിത്ര പ്രാധാന്യമുള്ള മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ചുണ്ടുകളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരാതിരിക്കില്ല, അങ്ങനെ ചൊല്ലാതിരിക്കില്ല. അങ്ങനെ മന്ത്രിക്കാത്തവൻ പ്രവാചകന്റെ പിന്മുറക്കാരനല്ല. ഏറ്റവും വലിയ പിശുക്കനാര് എന്ന് റസൂലുള്ളാഹ് ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവനാണ്. വലിയ ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എപ്പോൾ കേട്ടാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല പ്രവാചക സ്നേഹം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് കലിമ കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ബന്ധപ്പെട്ട് കിടക്കുന്ന, അവനെ നിരന്തരമായി സ്വാധീനിക്കുന്ന കലിമയുടെ ഭാഗമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു കുട്ടി ജനിച്ചാൽ ആ പേര് ആ കുട്ടിയെ കേൾപ്പിച്ചിരിക്കണം വിശ്വാസി. ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കണം വിശ്വാസി. നമസ്കരിക്കുമ്പോൾ ആ പേരുച്ചരിക്കാത്തവന്റെ നമസ്കാരം ശരിയാവുകയില്ല, സുന്നത്തല്ല, ഫർളാണ്. ജനിച്ചാൽ മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും
അവന്റെ മരണഘട്ടം വരെ അവനിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരു കലിമ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത്. ലിബറലിസത്തിന്റെ കാലത്ത്, സോഷ്യൽ മീഡിയ വഴി ആളുകൾ കൈവിട്ടു പോകുന്ന ഒരു കാലത്ത്, തെറ്റായ ജീവിത രീതി സ്വീകരിക്കുന്ന ഒരു കാലത്ത്, മനുഷ്യരുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളും നിരന്തരം ഹനിക്കപ്പെടുന്ന ഒരു കാലത്ത്, തെറ്റായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള ആലോചനയും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള ചിന്തയും ആ പ്രവാചകനോടുള്ള കറകളഞ്ഞ സ്നേഹവും റബീഉൽ അവ്വൽ മാസത്തിലല്ല, എല്ലാ സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ചിട്ടപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിജയിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ വിജയിക്കണമെങ്കിൽ, നമ്മുടെ കച്ചവടം വിജയിക്കണമെങ്കിൽ, അപ്പൊ ജീവിതത്തിൽ ഒരാൾക്ക് വിജയം ഉണ്ടാവണമെങ്കിൽ, മക്കൾക്ക് വിദ്യാഭ്യാസം വിജയിക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിലെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള മനോധൈര്യവും സ്ഥൈര്യവും ഉണ്ടാവണമെങ്കിൽ അയാളുടെ മനസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാവണം എന്നതാണ്. നബി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. 12 ആണെന്ന അഭിപ്രായമുണ്ട്, 9 ആണെന്ന അഭിപ്രായമുണ്ട്. റബീഅ എന്ന് പറഞ്ഞാൽ തന്നെ വസന്തം എന്നാണ്. പ്രവാചകനോടുള്ള ഇഷ്ടങ്ങൾ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വസന്തമായി മാറണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകന്റെ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നതിനപ്പുറം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് എന്ത് സ്നേഹമാണ് നമുക്ക് പ്രവാചകനോടുള്ളത്. ആ പ്രവാചകൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ, ആ പ്രവാചകൻ സ്ഥാപിച്ചതുപോലെ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ, ആ പ്രവാചകൻ ആഗ്രഹിച്ചതുപോലെ ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വാപ്പയേക്കാൾ നമുക്ക് നമ്മുടെ റസൂലിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉമ്മയേക്കാളും കച്ചവടത്തെക്കാളും ഭാര്യയെക്കാളും കുട്ടികളെക്കാളും ഭൗതിക സൗകര്യങ്ങളെക്കാളും നിങ്ങളുടെ പ്രിയപ്പെട്ട വീടിനേക്കാളും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മെസ്സിയേക്കാൾ, റൊണാൾഡോയേക്കാൾ, നെയ്മറേക്കാൾ പ്രവാചകനോട് സ്നേഹം നമ്മുടെ മക്കൾക്കുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കാൾ സ്നേഹം നമുക്ക് റസൂലിനോടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റും? ഇല്ല. അങ്ങനെയൊന്നും റസൂൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടില്ല. അത്രയൊന്നും സ്നേഹം പ്രവാചകനോടുള്ള ഇഷ്ടമാണ് പ്രവാചകനെ. സ്വലാത്തൊക്കെ ചൊല്ലും, പ്രവാചകനെ കുറിച്ച് അറിയാം, പക്ഷെ സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. പ്രവാചകനോട് അങ്ങനെ ഹൃദയത്തിൽ തട്ടിയ സ്നേഹം നമുക്കില്ല. അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന പ്രമുഖനായ ഒരു സ്വഹാബി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മദിനിനോട് ചാരി മുഖം പൊത്തി കരയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അടുത്ത് വന്ന് ചോദിച്ചു, ഉപ്പ, എന്താണ് ഉപ്പാന്റെ സങ്കടം? എന്താണ് ഉപ്പാന്റെ ദുഃഖം? പൊന്നുമോനെ, ഏതൊരു മനുഷ്യന്റെയും ജീവിത വിജയത്തിന്റെയും ആഖിറത്തിന്റെ വിജയത്തിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട 2 കലിമയുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയുമാണ്. മോനറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ, ഈ കലിമയും ഞാനും എൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എൻ്റെ ജാഹിലിയ കാലഘട്ടമാണ്. ഞാൻ വളരെ മോശപ്പെട്ട് ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ ഇല്ലാതെയാക്കാൻ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമയുടെ ആളെ കൊല്ലാൻ, അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ, നാണം കെടുത്താൻ ഞാൻ എടുത്ത പണികൾ ഒരുപാടാണ്. അതെന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടമാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടം പിന്നീട് ഞാൻ അതിന്റെ സത്യം മനസ്സിലാക്കി പ്രവാചകന്റെ കയ്യും പിടിച്ച് ഞാൻ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ കലിമയുടെ ആളായി മാറുന്നതാണ് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം. അന്ന് മുതൽ ഞാൻ ആ പ്രവാചകന്റെ സംരക്ഷകനാണ്. എൻ്റെ കർമ്മത്തിലൂടെ, എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ ആ പ്രവാചകന്റെ സംരക്ഷണത്തിനാൽ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം, എൻ്റെ പ്രവാചകൻ നഷ്ടപ്പെട്ട ശേഷം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗം ലഭിക്കുമോ എന്ന് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഘട്ടമാണ്. അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചരിത്രം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കേവലമായ ഒരു അറബി വാക്കല്ല യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു നിലാവായി, ഒരു സ്നേഹമായി, അനുരാഗമായി, കർമ്മങ്ങളിൽ പ്രചോദനമായി,
സ്വർഗത്തിലേക്കുള്ള തണിയായി, നരകത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രതിരോധമായി ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കേണ്ട ഒരു പ്രയോഗം തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പദം, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വ്യക്തിത്വം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ ഇഷ്ടങ്ങളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാവണം എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നബി പറയുന്ന കാര്യങ്ങൾ, അലി ബിൻ അബി ത്വാലിബിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് നബിയോടുള്ള സ്നേഹം എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ സ്നേഹം, അതെന്നറിയട്ടെ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തി എണീറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ അഹബ്ബു ഇലൈനാ ഫി അംവാലിനാ, ഞങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ പണം, ഞങ്ങളെ ധനം അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ്. വ ഔലാദിന, ഞങ്ങളെ ജീവനായ മക്കളെക്കാൾ പ്രിയപ്പെട്ടതാണ്. വ അബ്നാഇന, ഞങ്ങളെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ. വ ഉമ്മഹാതിന, ഞങ്ങളെ മാതാപിതാക്കളെക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം തുടരുകയാണ്, വമിനൽ മാഇൽ ബാരിദി അലൽ ളമഅ, ദീർഘദൂരം ഈ മരുഭൂമിയിലൂടെ നടന്നു പോയി അങ്ങനെ വിശന്ന് വലഞ്ഞ് ദാഹിച്ച് തൊണ്ടയൊട്ടി വരണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന തണുത്ത ബാരിദുള്ള അല്പം തണുപ്പുള്ള മനോഹരമായ വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയേക്കാൾ അങ്ങേയറ്റമാണ് എൻ്റെ പ്രവാചകനോടുള്ള എൻ്റെ ഇഷ്ടം എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. മദീന പള്ളിയിൽ കൗതുകമുള്ളൊരു കേസ് സംഭവിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് എന്ന ഖുർആൻ പണ്ഡിതനാണ് ജഡ്ജി. ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ ഉമർ അൽ ഫാറൂഖ് ആണ് കൂട്ടിൽ നിൽക്കുന്നത്. എന്താണ് പ്രശ്നം? മദീന പള്ളിയുടെ പുനരുദ്ധാരണം നടക്കുകയാണ്. അതിന്റെ ഡെവലപ്മെന്റുമായി കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മദീന പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ മൂത്താപ്പാന്റെ മകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെള്ളം പുറത്തു കളയാൻ വേണ്ടി ഒരു പാത്തി ഇങ്ങനെ സ്ഥാപിച്ചിരുന്നു. പാത്തി എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നിച്ചു പോകുന്ന ഒരു സംവിധാനം. ഉമർ അൽ ഫാറൂഖ് ഈ പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പാത്തി എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേസ് കൊടുത്തു. ഇതാണ് കേസ്. അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട് ഖലീഫ ഉമറിനോട് ചോദിച്ചു, ഉബയ്യ് ഇബ്നു കഅബ്, എന്തിനാണ് താങ്കൾ അബ്ബാസ് അറിയാതെ അത് മാറ്റിയത്? അതങ്ങനെ മാറ്റുന്നത് അവൻ അറിയണ്ടേ? അപ്പം ഇതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് എന്താണ് അത് ചെയ്യാനുള്ള കാരണം? ആളുകൾ നിസ്കരിക്കാൻ വരുമ്പോ അവരുടെ മേത്ത് വെള്ളം തെറിച്ചിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അതുപോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു മാറ്റിയതാണ്. അപ്പൊ ജഡ്ജി ചോദിച്ചു അബ്ബാസിനോട്, താങ്കൾക്ക് മനസ്സിലായോ, താങ്കൾക്ക് ബോധ്യപ്പെട്ടോ എന്തിനാണ് അത് സംഭവിച്ചതെന്ന്? അദ്ദേഹം പറഞ്ഞു, എനിക്കത് ബോധ്യപ്പെട്ടു ആ പാത്തി എടുത്തു മാറ്റിയത്. പക്ഷെ ആ പാത്തി അവിടെ സ്ഥാപിച്ചത് ആരാന്നറിയാമോ? ആ പാത്തി അവിടെ സ്ഥാപിച്ചത് എന്നെ തോളിൽ വെച്ച് കയറ്റി എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് സ്ഥാപിച്ച ആ പാത്തി അവിടെ നിന്ന് മാറ്റി തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതങ്ങറിഞ്ഞതും ആ കൊട്ടാരത്തിലെ ആ കൂട്ടിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, തെറ്റുപറ്റി അബ്ബാസ്, തെറ്റുപറ്റി, പ്രവാചകനാണ് സ്ഥാപിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ തോളിൽ ചവിട്ടി ആ പാത്തി അവിടെ തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ ഉമർ അൽ ഫാറൂഖിന്റെ ചരിത്രം നമുക്കറിയാം. പിന്നീട് ആ സ്ഥലവും ആ വീടും മദീന പള്ളിയുടെ ഭാഗമാക്കുകയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വൈകാരികമായ സ്നേഹം, ഹൃദയത്തെ സ്പർശിക്കുന്ന സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ പ്രവാചകനോടുണ്ടോ? കേവലമായ മൗലിദ് പാരായണത്തിനും നബിദിനാഘോഷത്തിനും എപ്പോഴെങ്കിലുമൊക്കെ നടത്തുന്ന സെമിനാറുകൾക്കും പരിപാടികൾക്കും എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്ന ഖുതുബക്കും അപ്പുറം നമ്മുടെ പ്രവാചകനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വാധീനമായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് സ്വപ്നം കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്റെ സുന്നത്തുകൾക്ക് ജീവൻ നൽകാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? ആ പ്രവാചകനെ കുറിച്ച് ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യമുള്ള കണ്ണുകൾ ഏതാണെന്ന ചോദ്യത്തിന് പ്രവാചകന്മാരുടെ മറുപടി അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാത്ത കണ്ണുകളാണെന്നാണ്. ആ പ്രവാചകനെ നേർക്കുനേരെ കാണാൻ നമുക്കാവില്ല. പക്ഷെ പ്രവാചകൻ ഇവിടെ വിട്ടേച്ചു പോയ ചര്യകൾ, പ്രവാചകന്റെ ഇഷ്ടങ്ങൾ, പ്രവാചകന്റെ സ്വഭാവങ്ങൾ, പ്രവാചകന്റെ പെരുമാറ്റങ്ങൾ, പ്രവാചകന്റെ മനോഹരമായ മഹിതമായ മാതൃകകൾ, അത് ജീവിതത്തിൽ പകർത്താൻ നമുക്കെന്താണ് സാധിക്കാത്തത്? വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്.
അള്ളാഹുവിന്റെ പ്രവാചകങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉണരുന്ന സമയത്ത് നമ്മൾ പ്രവാചകനെ ഓർക്കണം. എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഇത്ര വല്ല പണിയുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നബിയെ ഓർക്കണ്ടേ? ജോലി ചെയ്യുമ്പോ സ്വലാത്ത് ചൊല്ലിയും ദിക്ർ ചൊല്ലിയും നമ്മൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലിയും നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഓർക്കുന്ന, പ്രവാചകനെ കുറിച്ച് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദിക്റിലൂടെ ഊട്ടപ്പെട്ട ഒരു പ്രത്യാശാസ്ത്രം കൂടിയാണ് ഇസ്ലാം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മക്കളെ ശുശ്രൂഷിക്കുമ്പോ, ഭാര്യമാർക്ക് ഭക്ഷണം നൽകുമ്പോ, കുടുംബത്തെ ശ്രദ്ധിക്കുമ്പോ, മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കുമ്പോ, മക്കൾക്ക് വിദ്യാഭ്യാസം നടത്തുമ്പോൾ, മകനെയും കൊണ്ട് വിദേശത്തുള്ള കോളേജിലേക്ക് പോകുമ്പോ ആ കോളേജിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയാൻ കഴിയണം ഉപ്പാക്ക്, റബ്ബി സിദ്നി ഇൽമൻ നാഫിയ, അല്ലാഹു എന്റെ മകനെ ഞാൻ ഇവിടെ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയാനും എന്ന് പ്രാർത്ഥിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ തെളിവാണ്. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പ്രവാചകന്റെ ചില സ്വഹാബികൾ പറയുകയാണ്, പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ മുഖത്ത് നോക്കുമായിരുന്നില്ല, റസൂലിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു. വേറെ കൂട്ടർ പറയാൻ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം കാരണം പ്രവാചകന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ഞങ്ങൾക്ക് തോന്നുമായിരുന്നില്ല. പ്രവാചകന്റെ മുഖത്ത് നിന്ന് കണ്ണ് പോകും, ഒരു നിമിഷം പോലും കണ്ണു മാറാത്ത വിധം റസൂലിനെ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നു. ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം, ഏറ്റവും അവസാനം നബിയെ കണ്ട് വിശ്വസിച്ച സഹാബി പോലും കരുതുമായിരുന്നത്രേ, എന്നോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. ഏതൊരു സഹാബിയും പറയുമായിരുന്നത്രേ, എന്നോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അങ്ങനെ ആളുകളെ സ്നേഹിച്ച, അങ്ങനെ ഉമ്മത്തിനെ സ്നേഹിച്ച, അങ്ങനെ തന്റെ കൂടെയുള്ള അനുയായികളെ സ്നേഹിച്ച പ്രവാചകൻ. നമ്മൾ അങ്ങനെ നബിയെ സ്നേഹിച്ചിട്ടില്ല. വ്യത്യസ്തമായൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട അലി ബിൻ അബി ത്വാലിബിന്റെ മകനും ഉമറുൽ ഫാറൂഖിന്റെ മക്കളും, കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കളിക്കുമല്ലോ, കുട്ടികളാകുമ്പോൾ പല കളികളുണ്ടാവും. അവരിങ്ങനെ കളിക്കുന്നതിന്റെ ഇടയിൽ ഖലീഫ ഉമറിന്റെ മകൻ അബ്ദുള്ളയും അലിയുടെ മകൻ ഹസനും നല്ല കളിയാണ്. കളിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. കളിക്കിടയിൽ വലിയ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞപ്പോ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, അവർ തമ്മിൽ അടിപിടിന്റെ പക്കത്തെത്തിയപ്പോ ഹസൻ അലിയുടെ മകൻ പറഞ്ഞു, ഈ വലിയ വർത്താനൊന്നും പറയണ്ട, ഈ എൻ്റെ വാപ്പ എൻ്റെ വല്ലിപ്പാന്റെ ഖാദിമാണ്, എൻ്റെ വല്ലിപ്പാന്റെ ഖാദിമാണെന്ന് പറഞ്ഞ, ഖാദിം എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ, സേവകൻ എന്നാണ്. അത് അബ്ദുള്ളക്ക് വലിയ സങ്കടമായി. ഖലീഫ ഉമറിന്റെ മകനാണ്. മൂപ്പര് കരഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് ചെന്നു. വാപ്പ, നിങ്ങൾ ഖലീഫ ഉമറല്ലേ, നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ അല്ലേ? അതെ. എന്താ പാന കുട്ടിക്കൊരു സംശയം? എന്നിട്ട് ഹസൻ പറഞ്ഞത് കേട്ടോ. എന്താണ് ഹസൻ പറഞ്ഞത്? എൻ്റെ വല്ലിപ്പാന്റെ, ഹസന്റെ വല്ലിപ്പാന്റെ സേവകനായിരുന്നു നിങ്ങൾ എന്ന്. അതിനാണോ പാനക്കുട്ടി ഇങ്ങനെ കരയണത്? എനിക്കത് വലിയ സങ്കടമായി. അവനെയും കൂട്ടി അലി ബിൻ അബി ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്തുള്ള ഹസനോട് ചോദിച്ചു, നീ ഇങ്ങനെ ഇവനോട് പറഞ്ഞോ, നിന്റെ വല്ലിപ്പാന്റെ സേവകനാണ് ഖലീഫ ഉമറായ ഞാൻ എന്ന് നീ പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കിയപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം ആ കുട്ടിന്റെ അടുത്ത് പോയിരുന്ന് കുട്ടിയോടൊപ്പം മുട്ടൊപ്പിച്ചിരുന്ന് കുട്ടിന്റെ രണ്ട് കവളത്തും തൊട്ട് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിക്ക് അതൊന്ന് എഴുതി തരാൻ പറ്റുമോ? അതൊന്നൊരു പേപ്പറിൽ എഴുതി തരാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണെന്ന് അറിയപ്പെടാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സേവകനാണെന്ന് അറിയപ്പെടാൻ അതൊരു പേപ്പറിൽ എഴുതി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ആശ്വസിപ്പിച്ച് ഉമ്മ കൊടുത്ത് വീട്ടിലേക്ക് പോകുന്ന ഖലീഫ തൊട്ടടുത്ത വെള്ളിയാഴ്ച ഖുത്ബയിൽ അത് ഉദ്ധരിച്ചതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ് എന്നറിയപ്പെടുന്നതിൽ പോലും വിമാനം കണ്ടിരുന്ന പ്രവാചകന്റെ സഹാബിമാർ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് അസഹ്യമായി അനുഭവപ്പെടുന്നവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യവുമാണ് ആ പ്രവാചകനുള്ളത്. സത്യവിശ്വാസികളോട് കൃപയുള്ളവനും കരുണയുള്ളവനുമാണ് പ്രവാചകൻ. ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിച്ച് പറയാൻ 5 കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട്. അതിലൊന്നാമത്തെ കാര്യം മിൻ അൻഫുസിക്കും എന്നുള്ളതാണ്. നിങ്ങളിലൊരു പ്രവാചകൻ.
കരയുന്ന പ്രവാചകൻ, ചിരിക്കുന്ന പ്രവാചകൻ, സങ്കടപ്പെട്ട പ്രവാചകൻ, പരാജയപ്പെട്ട പ്രവാചകൻ, വിജയിച്ച പ്രവാചകൻ, എല്ലാവരെയും പോലെ വിഷമവും സങ്കടവും ഒക്കെ ദുഃഖമുള്ള സാധാരണ മനുഷ്യനായ അസാധാരണത്വമുള്ള പ്രവാചകൻ, പച്ചയായ മനുഷ്യനായ പ്രവാചകൻ. അതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇമാം റാസി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ജോൺ അടയാർ എന്ന് പറയുന്ന പ്രമുഖനായ ട്രെയിനർ പറയാൻ, ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും നന്നായി അനുയായികളെ ശ്രദ്ധിച്ച പ്രവാചകനാണ് മുഹമ്മദ്. മോറൽ അതോറിറ്റി ഏറ്റവും കൂടുതലുള്ള, മനുഷ്യരെ പരിഗണിച്ച, മനുഷ്യരെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലൂടെ ഇന്ന് വരെ നടന്നു പോയതിൽ വെച്ച്, കാലുകൊണ്ട് നടന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അതാരാ? അത് നമ്മുടെ പ്രവാചകനാണ്, നമ്മുടെ മാതൃകാ പുരുഷനാണ്, നമ്മുടെ ഹബീബാൻ. നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ നമുക്ക് വഴികാട്ടേണ്ടവനാണ്. ആ പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, ആ പ്രവാചകനെ ഓർക്കുക എന്ന് പറയുന്നത്, ആ പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റുക എന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് എന്ന് കവി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, അസീസുൻ അലൈഹി എന്നാണ്. ഏറെ പ്രണയമുള്ളവനാണ്, എല്ലാവരോടും ഇഷ്ടം. കൊല്ലാൻ വന്നവൻ പോലും തിരിച്ചു പോകുന്ന, വളരെ മനോഹരമായ ആളുകളോട് പെരുമാറുന്ന, ശത്രുക്കളെ പോലും കീഴ്പ്പെടുത്തുന്ന, എതിരാളികൾക്ക് പോലും ആദരവ് തോന്നുന്ന മഹാനായ പ്രവാചകൻ. നരകാഗ്നിയിലേക്ക് കുതിച്ചു പോകുന്ന മനുഷ്യന്റെ അരക്കെട്ട് പിടിച്ച് വലിച്ചിങ്ങോട്ട് വാ, നീ അങ്ങോട്ട് പോകല്ലേ, അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വക്കുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നരകത്തിന്റെ വഴിയിലേക്ക് പോകുന്ന മനുഷ്യനെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുവന്ന പ്രവാചകന്റെ രണ്ടാമത്തെ പ്രത്യേകത അതാണെന്ന് ഇമാം റാസി ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്കെന്റെ സഹോദരന്മാരെ കാണാണ്ട്, എന്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നബിന്റെ സ്വഹാബത്ത് എല്ലാവരും ഇങ്ങനെ അടുത്തേക്ക് വന്നിരുന്നു, തിക്കിത്തിരക്കി വന്നിരുന്നു. എല്ലാവരും അടുത്തേക്ക് വന്നിരുന്നപ്പോ അവർ ചോദിച്ചു, കാലോയോ യാ റസൂലല്ലാഹ് അവലസ്ന ഇഖ്വാനക്, ഞങ്ങളല്ലേ നിങ്ങളെ സഹോദരന്മാര്, ഓരോരുത്തരും പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്, അസ്ഹാബികളാണ്. വഇഖ്വാനിന അല്ലദീന യൽതൂന മിൻ ബഅദി, പക്ഷേ സഹോദരങ്ങൾ നിങ്ങളല്ല, ജീവന്റെ തുടിപ്പുകൾ നിങ്ങളല്ല. ലോകം അവസാന ഘട്ടത്തിലാകുമ്പോൾ, ഈ ലോകം, ഇതിന്റെ കാലം അത് കെട്ട കാലമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചും നല്ല കാര്യങ്ങൾ ചെയ്തും പ്രവാചകനെ ഇത്തിബാ ചെയ്തും ജീവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ ഉണ്ടാകും, മുഖ്ലിസീങ്ങൾ ഉണ്ടാകും. അവരാണ് എൻ്റെ സഹോദരന്മാർ. അവരെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയോന്ന് സ്വഹാബത്ത്? അവരെ കണ്ടാൽ തിരിച്ചറിയും. അവരുടെ അലം യകുൻ യഅരിഫുഹാ ഖാലു ബലാ ഫഇന്നഹും യഅതൂന യൗമൽ ഖിയാമത്തി ഖിറൻ മുഹജ്ജിലീൻ. വളുവെടുത്ത അടയാളം കൊണ്ട് മുഖവും കൈകാലുകളും വെളുത്തവരായി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നവരാണ് എൻ്റെ ഉമ്മത്ത്. അവരെനിക്ക് തിരിച്ചറിയാൻ പറ്റും, അവരെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂൽ പറഞ്ഞത് നമ്മളെ കുറിച്ചാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ അസീസുൻ അലൈഹി, വല്ലാത്ത ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്. മൂന്നാമത് പറയുന്നത് ഹരീസുൻ അലൈക്കും എന്നതാണ്. വല്ലാത്ത താല്പര്യമുള്ള, അതീവ താല്പര്യമുള്ള, പ്രവാചകന്റെ അനുയായികളോട് വല്ലാത്ത ഇഷ്ടമുള്ള പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. റഊഫും റഹീമും വേറെ വിശദീകരിക്കേണ്ടതാണ്, സമയക്കുറവുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കൃപയുള്ളവനും കരുണയുള്ളവനും. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ വേണ്ടി തെരഞ്ഞെടുത്ത രണ്ട് വാക്കുകളാണ് റഊഫും റഹീമും. ആ പേരിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റഅഫത്തും റഹീമും എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാനായ പ്രവാചകനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, രാത്രി കിടന്നിറങ്ങുമ്പോൾ ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ, പ്രവാചകന് പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓരോ മാസവും ഓരോ വർഷവും ഇങ്ങനെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ കേവലമായ ഒരു ചടങ്ങുകൾക്കപ്പുറത്ത് എല്ലാ കാലത്തും അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, വലത്തേ കാല് വെച്ച് പള്ളിക്ക് കയറാൻ, ഇടത്തെ കാല് വെച്ച് ബാത്റൂമിൽ കയറാൻ, എവിടെ തുപ്പണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ എണീക്കണം. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മുടി എങ്ങനെ ചീകണം എന്ന് റസൂൽ പറഞ്ഞില്ലേ? കുളിക്കുമ്പോൾ ആദ്യത്തെ കപ്പ് വെള്ളം എങ്ങനെ ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് എവിടെ ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ? ബാത്റൂമിൽ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് പോലും റസൂൽ ഇരുന്ന് കാണിച്ചു കൊടുത്തില്ലേ?
ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറയാത്തുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് വിചാരിക്കണില്ലെങ്കിൽ, ആ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബുകളായിട്ട് മാറാൻ സാധിക്കുക? ആ പ്രവാചകനെ നാളെ പരലോകത്ത് വെച്ചെങ്കിലും നേരിട്ടുള്ള കണ്ണുകൊണ്ട് കാണണം. ഈ ലോകത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അകക്കണ്ണുകൊണ്ട് പ്രവാചകനെ കണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സൗബാൻ റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ ഉണ്ടാവും. നബി പോണ സമയം നോട്ട് ചെയ്യും, നബി വരുന്ന സമയം നോട്ട് ചെയ്യും, നബി പോകുന്ന സമയത്ത് ആവശ്യമായ സാധനം എടുത്തു കൊടുക്കും. നബിന്റെ ഖാദിമായിരുന്നു. നബി പോയാല് അങ്ങനെ ഇരുന്ന് കരയും. വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടാവും. നബി വരുന്നത് വരെ അവിടെ ഇരിക്കും. നബി വന്നു കഴിഞ്ഞാൽ സന്തോഷമായി. എന്നിട്ട് നബിന്റെ കൂടെ നബി അങ്ങോട്ട് പോകും, നബിന്റെ കൂടെ പോകും. ഈ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അല്ലാത്തപ്പോഴൊക്കെ നബിന്റെ കൂടെ. അങ്ങനെ നടക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ് വൈകി വന്നപ്പോ വല്ലാതെ കരഞ്ഞു. പൊട്ടി പൊട്ടി കരഞ്ഞ് തേങ്ങി കരഞ്ഞപ്പോ നബി വന്നപ്പോ ചോദിച്ചു, എന്തിനാണ് എന്റെ കുട്ടി ഇങ്ങനെ കരയണേ? ഔ ഹസ്തനി യാ റസൂലല്ലാഹ്, എന്നെ ഒറ്റക്കാക്കി നിങ്ങൾ പോലിട്ട് പ്രവാചകരെ, എന്താ ഈ പ്രശ്നം? എന്താ അഹാദ യുബിക്ക്, എന്തിനാ ഈ കരയണേ? അപ്പൊ സൗബാൻ പറയാണ്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ യാ റസൂലല്ലാഹ് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വലാകിന്നി തദക്കർതു മക്കാനക ഫിൽ ജന്നത്തി വ മക്കാനി, നിങ്ങൾ വലിയ നിലയിലായിരിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബല്ലേ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും. ഈ സൗബാൻ എവിടെയെങ്കിലും ഉണ്ടാവോ? എനിക്ക് എവിടെയെങ്കിലും സ്ഥാനം കിട്ടോ? എനിക്ക് നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? ഇവിടെ നിങ്ങളൊരു നിമിഷം കാണാതിരിക്കുമ്പോഴേക്കും എന്റെ മനസ്സ് പൊട്ടാൻ, നാളെ റബ്ബിന്റെ കോടതി ചെല്ലും, എനിക്ക് നിങ്ങളടുത്ത് നിൽക്കാൻ വല്ല മാർഗം ഉണ്ടാവോ എന്നതോർത്തപ്പോ ഫദക്കർതുൽ വഹ്ശതു, ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചു പ്രവാചകരെ, അതുകൊണ്ട് കരയാൻ. ഈ സംഭവത്തിന് പാശ്ചാത്യം ഈ ആയത്തിറങ്ങിയത്. അള്ളാഹുവിനെ അനുസരിച്ചും പ്രവാചകനെ പിൻപറ്റിയും നല്ല കാര്യങ്ങൾ ചെയ്തും തെറ്റുകൾ ഏറ്റുപറഞ്ഞും റബ്ബിന്റെ മാർഗത്തിൽ വരുന്ന ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും, സിദ്ദീഖുകളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും. വഹസ്ന ഉലൈക റഫീഖ, അതിനേക്കാളും നല്ല കൂട്ടുകാരന്മാര് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രവാചകനോടൊപ്പം ഒന്നിച്ചിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രവാചക സ്നേഹം മതിയാവുകയില്ല. ആവുന്നതിന്റെ പരമാവധി കർമ്മങ്ങൾ ചെയ്ത് പ്രവാചകനെ പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവാചകനെ മുത്തബിയോടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനാണ് എന്ന് നബി തന്നെ പറയുന്നില്ല. ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, അതൊരു കുറവല്ല. നിങ്ങളെപ്പോലത്തെ വിഷമങ്ങളും സങ്കടവും ദുഃഖവും ഭാര്യയും കുട്ടികളും മക്കളും എല്ലാം ഉണ്ടാകും. പക്ഷെ നബി അസാധാരണത്വമുള്ള, അള്ളാഹുവിന്റെ വഹയുള്ള, അള്ളാഹുവിന്റെ ഹബീബായ, അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള മഹാനായ പ്രവാചകനാണ്. ആ പ്രവാചകനെ പലതരത്തിലും പിൻപറ്റുന്ന ആളുകളുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്തരായ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായ ഒരു ഇത്തിബാ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ഖുതുബകളിലൂടെ നമുക്ക് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. എല്ലാ സമയത്തും നബി അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു പ്രവാചകന്റെ ഓരോ സ്വഹാബത്തും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് സ്നേഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മൗലൂദ്, അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ പാട്ടും പരിപാടിയും ദഫ് കൊട്ടിയും ജാഥയും ഒക്കെ നടത്തും. നമ്മളതിനെ അത് മാത്രം മതി എന്ന് പറയരുതെന്നേ ഉള്ളൂ, അതിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ മോശമാക്കുകയോ ചെയ്യുന്ന രീതിയിലേക്കല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്താണ് നടന്നോട്ടെ. അതിൻ്റെ അപ്പുറത്ത് റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകനെ അനുധാവനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്ന് ഏറ്റവും പ്രധാനമാണ്. ആഘോഷപരമായ അനുധാവനമല്ല, ആരാധനാപരമായ അനുധാവനമാണ് അള്ളാഹുവിന്റെ റസൂൽ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചന്റെ വിഷയം അല്ല മക്കളെ, തിങ്കളാഴ്ച നിങ്ങൾക്ക് അറിയോ, ഈ ദിവസങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ എന്ന് മരിക്കണ വരെ നബി ചോദിച്ചിട്ടില്ല. അങ്ങനെ നബിക്ക് ചോദിക്കാനല്ല, എന്തെല്ലാം കാര്യം നബി ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായ കാര്യങ്ങൾ പോലും പഠിപ്പിച്ച പ്രവാചകൻ തിങ്കളാഴ്ചയെക്കുറിച്ചൊരു ഓർമ്മ സ്വഹാബത്തിന് നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നബിക്ക് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച പറയാലോ, ഒന്ന് തിങ്കളാഴ്ച കേട്ടോ, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, ആഴ്ചയിൽ പറയാം.
മാസത്തിൽ 12-ാം തീയതി ഓർമ്മപ്പെടുത്താം. ഒന്നില്ലെങ്കിൽ വർഷത്തിലും പറയല്ലോ റബീഉൽ അവ്വൽ അന്നുണ്ടല്ലോ. റസൂൽ അത് റിമൈൻഡ് ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാണ്, തിങ്കളിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കൾ, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ ഹദീസ് അല്ലാത്ത വേറൊന്നും നമുക്ക് റസൂലുള്ളാഹിയുടെ തിങ്കളാഴ്ചയുമായി ബന്ധപ്പെട്ട നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ആ നോമ്പ് നമ്മളാരും എടുക്കലുമില്ല. തിങ്കളും വ്യാഴവും റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകളാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ ജനിച്ചത്, ഏത് സമയത്താണോ ജനിച്ചത്, ഏത് മാസമാണോ ജനിച്ചത്, അതേ മാസം തന്നെ ഈ ലോകത്തോട് വിട പറയുകയും കൂടി ചെയ്തു എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ അർത്ഥത്തിലും അനുധാവനം ചെയ്യാൻ, പിൻപറ്റാൻ, പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് നബി ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് നബിൻ്റെ ചെരുപ്പ് പള്ളീൻ്റെ ഒരു വലതു ഭാഗത്ത് വെച്ചിട്ട് പള്ളിക്ക് കയറി. നിസ്കാരം കഴിഞ്ഞിട്ട് നബി ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ നബിൻ്റെ ചെരുപ്പിന്റെ തൊട്ട് പുറകിൽ അത്തപ്പൂട്ട പോലെ എല്ലാവരും ചെരുപ്പും ഇങ്ങനെ കൃത്യമായി, നമ്മളെ പോലെ ഒരു ചെരുപ്പ് പടയും ഒരു ചെരുപ്പ് അപ്പുറത്തുമല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെരുപ്പുമ്പോൾ ചവിട്ടി പീച്ചിട്ട് വന്നിട്ടുള്ള ഇരുത്തല്ല, അടുക്കി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി അത് കണ്ടിങ്ങനെ കൗതുകത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തു? അവർ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഞങ്ങളും അങ്ങനെ ചെയ്തു. നബിക്ക് അത് വലിയ കൗതുകമായി. അസർ നിസ്കരിക്കുമ്പോൾ നബി ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങേ ഭാഗത്തുകൊണ്ടെന്ന് വെച്ചു. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആരും ചെരുപ്പില്ല. അങ്ങേ ഭാഗത്ത് നബിന്റെ ചെരുപ്പിന്റെ തൊട്ട് പിറകിൽ എല്ലാവരും ചെരുപ്പും ഇങ്ങനെ അടുക്കി കൃത്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുനിഞ്ഞുപോയി, വെറുതെ ഇങ്ങനെ കുമ്പിട്ട് പോയി. ഇങ്ങനെ തിരിച്ചു വരുമ്പോഴും അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുമ്പിട്ടു. അപ്പോൾ സാഹബത്ത് കൂടുതൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ കുമ്പിട്ടത്? ഞാൻ റസൂലിൻ്റെ കൂടെ ഈ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് എവിടെ പോയാലും ഈ വഴി പോകുമ്പോൾ ഈ കൊമ്പുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് കുനിഞ്ഞിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് എൻ്റെ റസൂല് കുനിഞ്ഞൊരു സ്ഥലമല്ലേ, അപ്പം എനിക്ക് അവിടെ കുനിഞ്ഞു പോകണം. ഇങ്ങനെ നബി അനുധാവനം ചെയ്ത സ്വഹാബത്ത്, നബി പറഞ്ഞതുപോലെ പറയാൻ ആഗ്രഹിച്ചവർ, നബി ചെയ്തതുപോലെ ചെയ്യാൻ ആഗ്രഹിച്ചവർ, നബി പ്രത്യേകം വേണ്ട എന്ന് പറഞ്ഞതല്ലാത്ത എല്ലാ കാര്യങ്ങളും നബിയെപ്പോലെ ചിന്തിക്കാനും പറയാനും ജീവിക്കാനും കുടുംബത്തെ പോറ്റാനും കുട്ടികളെ പോറ്റാനും ഒക്കെ ശ്രമിച്ചവർ നമ്മൾ ആ പ്രവാചകന്റെയും സഹാബത്തിന്റെയും പിൻഗാമികളാണ്. കേവലമായ ആഘോഷങ്ങളിലോ കേവലമായ ആലോചനകളിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് പറയാനാണ് ഞാൻ ആ സംഭവം ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ചില ഖുത്ബകളിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. തീർച്ചയായും അത് കേട്ട് പോയത് കൊണ്ട് മാത്രം നബി സ്നേഹമാവുകയില്ല. എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു നന്മയെങ്കിലും, ഒരു ഹദീസെങ്കിലും, ഒരു പ്രവാചക ചര്യയെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃക എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളൊക്കെ നമുക്കുണ്ടാകും. അള്ളാഹു അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ ഹൃദയത്തിന്റെ അങ്ങേയറ്റം കൊണ്ട് സ്നേഹിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെയും കുടുംബത്തെയും സാമൂഹിക ചുറ്റുപാടിനെയും കച്ചവടത്തെയും ബിസിനസ്സിനെയും എല്ലാത്തിനെയും അങ്ങനെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖ്വീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതയാത്രക്കിടയിൽ സംഭവിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ പ്രവാചകനുമായി കാണാനും പ്രവാചകന്റെ അടുത്തിരിക്കാനുമുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ മാനസിക പ്രയാസമുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്. അള്ളാഹു അതൊക്കെ അവർക്ക് പരിഹരിച്ച് ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യപരമായ പ്രയാസമുള്ള ആളുകൾക്ക് അള്ളാഹു ആരോഗ്യത്തിന് ദീർഘായുസ്സും രോഗത്തിന് ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ മുക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തമായ കടം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ, പെൺകുട്ടികളെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രയാസമുള്ളവർ, കുട്ടികളെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസമുള്ളവർ, അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗം പ്രവാചകനോടുള്ള ഇഷ്ടവും നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികമായ അച്ചടക്കവുമാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന മുത്തഖ്വീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഉള്ള യാത്രക്കിടയിൽ തീർച്ചയായും നമുക്ക് മരണം സംഭവിക്കാനുള്ളതാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖ്വീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്
إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم انصر المسلمين في كل مكان. اللهم انصر المجاهدين في فلسطين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة مع النبي صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.